ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോട്ടയം കോഴിക്കോട് ജില്ലകൾക്കായി PSC നടത്തിയിട്ടുള്ള LDC പരീക്ഷയുടെ PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഭാഗം 2ആണ്. ഭാഗം 1 ആദ്യത്തെ 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള 50 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയാനില്ല, വേഗം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. 51ാമത്തെ ചോദ്യം, ഇവരിൽ ആർക്കാണ് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ഓപ്ഷൻ എ നോക്കിക്കേ, കുറച്ചവിടെ മിസ്റ്റേക്കുകൾ ഉണ്ടാക്കി കൊടുത്തതിൽ കേട്ടോ. മൗഗി ജി ഭവൻറ്റി എന്ന് തന്നെയാണ്. മൗഗി ജി ഭവൻറ്റി. ലൂയിസ് ബ്രൂസ് ആണ്. ലൂയിസ് ബ്രൂസ്. അലക്സി ഐ എക്കിമോവ് ആണ്. അലക്സി ഐ എക്കിമോവ് എന്നാണ്. അപ്പോൾ അതന്നെയാണ് റൈറ്റ് ആൻസർ. റൈറ്റ് ആൻസർ വന്നിട്ട് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ ബി ക്ലോഡിയ ഗോൾഡിൻ, പിയർ അഗസ്റ്റീനി, നർഗീസ് മുഹമ്മദി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ സി ഡേവിഡ് കാർഡ്, ബെൻ എസ് ബെർണാർക്കെ, പിയർ അഗസ്റ്റീനി എന്ന് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ആൻസർ വന്നിട്ട് ഓപ്ഷൻ എ തന്നെയാണ്. അടുത്ത ചോദ്യം 52ാമത്തെ ചോദ്യം, ഉചിതമായത് ചേർത്തെഴുതുക. ഇതേപോലുള്ള മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒരുപാട് കാണുന്നുണ്ട് 60 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ കേട്ടോ. അപ്പോൾ ഉചിതമായത് ചേർത്തെഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ നോക്കിയേ, താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കൃത്യം അന്യരനുഭവിച്ചിടുകയെന്നേ വരൂ. രണ്ടാമത്തെ, ഒരു വേള പഴക്കമേറിയാൽ ഈ നാറ്റവും നമുക്ക് സുഗന്ധമായി വരാം. മഴക്കാലമാണ് മറക്കേണ്ട കുഞ്ഞെ, മനസ്സീർപ്പമാർന്ന മഹാരോഗമൊന്നും വരുത്തേണ്ട കുഞ്ഞെ. നാലാമത്തെ എന്താണ്? സന്തോഷമായി ഗോപിയേട്ട, സന്തോഷമായി. ഭഗവാൻ പറഞ്ഞതാണ് ശരി, സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? OP സുരേഷ്, KR ടോണി, റഫീഖ് അഹമ്മദ്, അൻവർ അലി എന്ന് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ആൻസർ വന്നിട്ട് 3152 ആണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, 3152. ആദ്യത്തെ ആരുടെ രചനയാണ്? KR ടോണി. രണ്ടാമത്തെ ആരുടെയാണ്? PP രാമചന്ദ്രൻ. മൂന്നാമത്തെ അൻവർ അലി അല്ലേ, 3152 ആണ്. പിന്നെ OP സുരേഷ്. ഓക്കെ, 3152. റഫീഖ് അഹമ്മദ് ഇതിൽ വരുന്നില്ല. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം 53ാമത്തെ ചോദ്യം, ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, വീണ്ടും സ്റ്റേറ്റ്മെൻ്റ് ആയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഊരാളുങ്കൽ ഐക്യ നാണയ സംഘം ആരംഭിച്ചു. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു. അഭിനവ കേരളം മുഖപത്രം തുടങ്ങി. ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് കേട്ടോ. 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ് ശരി. അതായത് ഊരാളുങ്കൽ ഐക്യ നാണയ സംഘം ആരംഭിച്ചു, അഭിനവ കേരളം മുഖപത്രം തുടങ്ങി എന്നുള്ളതാണ് ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ക്ലിയർ അല്ലേ? അടുത്തത് 54ാമത്തെ ചോദ്യം, ചെസ് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ലെഗ് ബൈ, കാസ്ലിംഗ്, പിഞ്ചിങ്, സ്റ്റീൽമേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. 1ഉം 4ഉം ശരിയെന്ന് കൊടുത്തിട്ടുണ്ട്. 2ഉം 4ഉം ശരിയെന്ന് കൊടുത്തിട്ടുണ്ട്. 4 മാത്രം ശരിയെന്ന് കൊടുത്തിട്ടുണ്ട്. 3ഉം 4ഉം ശരിയെന്ന് കൊടുത്തിട്ടുണ്ട്. ചെസ് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ താഴെ നൽകിയിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉമാണ് ശരി. കാസ്ലിങ്ങും അതുപോലെ തന്നെ സ്റ്റീൽമേറ്റും. ഓക്കെ, 2ഉം 4ഉമാണ് കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത ചോദ്യമാണ് 55ാമത്തെ ചോദ്യം, കാളിധാരിക യുദ്ധം പ്രമേയമായ പ്രാചീന കലാരൂപം ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? കണ്യാർകളി, മുടിയേറ്റ്, ഗന്ധിക, കുമ്മാട്ടി എന്ന് കൊടുത്തിട്ടുണ്ട്. കാളിധാരിക യുദ്ധം പ്രമേയമായ പ്രാചീന കലാരൂപം എന്ന് പറയുന്നത് മുടിയേറ്റാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ചോദ്യമാണ് 56ാമത്തെ ചോദ്യം, കാലക്രമം അനുസരിച്ച് എഴുതുക. പശ്ചിമോദയം, രാജ്യസമാചാരം, പശ്ചിമതാരക, കേരളമിത്രം. രാജ്യസമാചാരം, പശ്ചിമോദയം, കേരളമിത്രം, പശ്ചിമതാരക. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. രാജ്യസമാചാരം, പശ്ചിമോദയം, പശ്ചിമതാരക, കേരളമിത്രം. 57ാമത്തെ ചോദ്യം, കേരള സർക്കാർ നടപ്പാക്കുന്ന സ്നേഹപൂർവ്വം പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തെരഞ്ഞെടുത്തെഴുതുക. ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനുമായി ആവിഷ്കരിച്ച പദ്ധതിയല്ല. കിടപ്പ് രോഗികളെയും മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയല്ല. പ്രമേഹം ബാധിച്ച കുട്ടികളുടെയും കൗമാരക്കാരുടെയും ആരോഗ്യ പരിരക്ഷയ്ക്കായി ആവിഷ്കരിച്ച പദ്ധതിയല്ല. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. എയും ബിയും സിയും അല്ലെങ്കിൽ പിന്നെ ഏതാണ് അടുത്തത് വരിക? ഡി ആണ് അല്ലേ?
മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികപരമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ ധനസഹായം നൽകുന്ന പദ്ധതിയാണിത്. അടുത്തത് നോക്കിയേ, ചേരുംപടി ചേർക്കുക തന്നെയാണ്. കേരളശ്രീ, കേരളപ്രഭ, കേരള ജ്യോതി, പത്മശ്രീ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓംചേരി എൻ പിള്ള, വൈക്കം വിജയലക്ഷ്മി, ചെറുവയൽ രാമൻ, MT വാസുദേവൻ നായർ, KR മീര എന്ന് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് ബി ആണ് കേട്ടോ. 2143 അതായത് കേരളശ്രീ, വൈക്കം വിജയലക്ഷ്മി, കേരളപ്രഭ, ഓംചേരി NN പിള്ള, കേരള ജ്യോതി MT വാസുദേവൻ നായർ, അതുപോലെ തന്നെ പത്മശ്രീ വരുന്നത് ആർക്കാണ്? ചെറുവയൽ രാമൻ. ഓക്കെ, അപ്പോൾ KR മീരയാണ് ഇതിൽ ഓഡ് 1 ഔട്ട് അല്ലേ. ചേരുംപടി ചേർക്കുക. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി 2143. അടുത്ത ചോദ്യം, കമ്പ്യൂട്ടർ വന്നല്ലേ. 59ാമത്തെ ചോദ്യം, കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? എളുപ്പമുള്ളൊരു ചോദ്യമാണ്. എളുപ്പമുള്ള ആൻസർ ഏതാണ്? മൈക്രോഫോൺ ആണ് അല്ലേ. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്തത് 60ാമത്തെ ചോദ്യമാണ്, PDF-ൻ്റെ പൂർണ്ണ രൂപം എന്താണ്? PDF കേട്ടിട്ടുണ്ട്. പൂർണ്ണരൂപം എന്താണ്? പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് എന്നാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന വേർഡാണ് PDF എന്ന് പറയുന്നത്. അതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിൽ കുറച്ച് എക്സ്പാൻഷൻ നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം PDF ചോദിച്ച് ശ്രദ്ധിക്കും. നമുക്കറിയാവുന്നതാണോ? ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ചെയ്യാനാണേ. റാം എന്താണ്? റാൻഡം ആക്സസ് മെമ്മറി അല്ലെ, RAM. റോം റീഡ് ഓൺലി മെമ്മറിയാണ്. CPU സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്, നമുക്കറിയാം. URL എപ്പോഴും ചോദിക്കാനുള്ളതാണ്. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. USB യൂണിവേഴ്സൽ സീരിയൽ ബസ് ആണ് കേട്ടോ. യൂണിവേഴ്സൽ സീരിയൽ ബസ്സാണ്. വൈറസ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ ചോദിക്കാം, എപ്പോഴെങ്കിലും ചോദിച്ചാലോ അല്ലേ. വൈറ്റൽ ഇൻഫോർമേഷൻ റിസോഴ്സ് അണ്ടർ CH. ഓക്കെ, DVD ചോദിക്കാറുണ്ട്. ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് ആണ്. UPS അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ ആണ്. IP ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ ആണ്. PSU പവർ സപ്ലൈ യൂണിറ്റ് അല്ലേ. TCP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ആണ്. CRT എന്ന് പറയുന്നത് കാഥോഡ് റേ ട്യൂബ് ആണ്. DEC ഡിജിറ്റൽ എക്യുപ്മെൻറ്റ് കോർപ്പറേഷൻ. SAP സിസ്റ്റം ആപ്ലിക്കേഷൻ ആൻഡ് പ്രൊഡക്ട്സ്. PNG പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ്. SATA സീരിയൽ അഡ്വാൻസ് ടെക്നോളജി അറ്റാച്ച്മെൻറ്റ്. LAN, MAN, WAN അറിയാലേ. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. PAN എന്താണ്? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. MAC എന്താണ്? MAC മീഡിയ ആക്സസ് കൺട്രോൾ. OMR ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നിഷൻ അല്ലേ. OMR ചോദിക്കാറുണ്ട് കേട്ടോ. ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നിഷൻ. NIC നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. PFA പ്ലീസ് ഫൈൻഡ് അറ്റാച്ച്ഡ്. HSI ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇൻട്രാക്ഷൻ. DVE ഡിജിറ്റൽ വീഡിയോ എഫക്ട്സ്, അതൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. DLL ഡേറ്റ ലിങ്ക് ലെയർ. MPEG മൂവിംഗ് പിക്ചർ എക്സ്പേർട്ട് ഗ്രൂപ്പ്. അത് എന്താണ്? ഈ ഒരു സബ്ജക്ട് ബേസ്ഡ് എക്സാമുകൾക്കൊക്കെയാണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരെ. MPEG ഒക്കെ അല്ലേ. MIS എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. ULSI അൾട്രാ ലാർജ് സ്കിൽ ഇൻറ്റഗ്രേഷൻ. SMPS ചോദിക്കാറുണ്ട്. എന്താണ്? സ്വിച്ചഡ് മോഡ് പവർ സപ്ലൈ. LTE എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഇവല്യൂഷൻ. ഓക്കെ, ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളത് URL ചോദിക്കാറുണ്ട്, USB ചോദിക്കാറുണ്ട് അല്ലേ. URL ചോദിക്കാറുണ്ട്, USB ചോദിക്കാറുണ്ട്. പിന്നെ എന്തൊക്കെയായിരുന്നു? OMR ചോദിച്ച് കണ്ടിട്ടുണ്ട്. MAC ചോദിക്കാറുണ്ട്. SMPSും ചോദിക്കാറുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. IP ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. ഓക്കെ, അടുത്ത ചോദ്യം 61ാമത്തെ ചോദ്യം, IT ആക്ട് 2000 പ്രകാരം അനുവദനീയമല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഇലക്ട്രോണിക് ഉപകരണം ഉപയോഗിച്ചുള്ള ഇടപാട്, ഡിജിറ്റൽ ഫോർമാറ്റിൽ ഔദ്യോഗിക രേഖ സൂക്ഷിക്കുന്നത്, സൈബർ കുറ്റകൃത്യം ചെയ്യുന്നത്, കമ്പ്യൂട്ടർ വൈറസുകൾ നിർമ്മിക്കുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സൈബർ കുറ്റകൃത്യം ചെയ്യുന്നത്. IT ആക്ട് 2000 പ്രകാരം അനുവദനീയമല്ലാത്തത് ഏതാണ്? സൈബർ കുറ്റകൃത്യം ചെയ്യുന്നതാണ്. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം 62ാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളതിൽ വെബ് ബ്രൗസറിന് ഉദാഹരണം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ തന്നിട്ടുള്ളതിൽ വെബ് ബ്രൗസർ ഉദാഹരണം സഫാരിയാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, സഫാരി. കുക്കി, ടോക്കൺ, മൈക്രോ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. വെബ് ബ്രൗസറിന് ഉദാഹരണം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആൻസർ സഫാരിയാണ്. ഓക്കെ, അടുത്തത് 63ാമത്തെ ചോദ്യം, ഗൂഗിളിൻ്റെ പുതിയ AI സംവിധാനം ഏതാണ്? ഗൂഗിളിൻ്റെ പുതിയ AI സംവിധാനം ഏതാണ്? ChatGPT അല്ല അല്ലേ. അത് ഏതാണ്? ഗൂഗിളിൻ്റെ പുതിയ AI സംവിധാനം എന്ന് പറയുന്നത് ജെമിനിയാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്,
വേറെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ചാറ്റ് GPT എന്ന് കൊടുത്തിട്ടുണ്ട്, മെറ്റ AI എന്ന് കൊടുത്തിട്ടുണ്ട്, കോ പൈലറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഗൂഗിളിൻ്റെ പുതിയ AI സംവിധാനം ജെമിനിയാണ്. 64ാമത്തെ ചോദ്യം, ഒരു സ്ത്രീയുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമാണ്? വോയൂറിസം ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ലൈംഗിക അതിക്രമം, ലൈംഗിക പീഡനം, സ്റ്റോക്കിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. വോയൂറിസം ആണ്. 65ാമത്തെ ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന്റെ അധികാരപരിധി എത്രയാണ്? 10 കോടി രൂപ അല്ല, 50 ലക്ഷം രൂപ വരെ അല്ല, 1 കോടി രൂപ വരെയാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 20 ലക്ഷം രൂപ വരെ അല്ല. ഓക്കെ, അപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷൻ അധികാര പരിധി എന്ന് പറയുന്നത് 1 കോടി രൂപ വരെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ശ്രീ ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ അല്ലേ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ. 67ാമത്തെ ചോദ്യം, പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ നിന്ന് പ്രസ്തുത വ്യക്തിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ പുറത്താക്കിയാൽ ലഭിക്കാവുന്ന ശിക്ഷ ഏതാണ് അല്ലെങ്കിൽ എന്താണ് എന്നാണ് ചോദ്യം. 6 മാസം മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ, 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ. അതാണ് റൈറ്റ് ആൻസർ. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ. 68ാമത്തെ ചോദ്യം, ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ പെടുന്ന അംഗങ്ങൾ എത്രയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 2 എന്ന് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് 5. ഓക്കെ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ന്യൂനപക്ഷ വിഭാഗത്തിൽ പെടുന്ന അംഗങ്ങൾ എത്രയാണ്? 5 ആണ്. അടുത്ത ചോദ്യം 69ാമത്തെ ചോദ്യം, ലൈംഗികാതിക്രമത്തിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നു, ശരിയാണ്. 18 വയസ്സിന് താഴെ പ്രായം വരുന്ന ആൺകുട്ടികൾക്കും സംരക്ഷണം ഉറപ്പാക്കുന്നു, രണ്ടും ശരി തന്നെയാണ്. അപ്പോൾ ഇതിൽ ഏതാണ്? എല്ലാ പ്രസ്താവനകളും ശരിയാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. രണ്ടാമത്തെ കൊടുത്തിട്ടുണ്ട്, ഒന്നാമത്തെ പ്രസ്താവന മാത്രം ശരിയാണ്. സി കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ പ്രസ്താവന മാത്രം ശരിയാണ്, ഒരു പ്രസ്താവനയും ശരിയല്ല. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 70ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാവുന്ന വിവരം എന്ന് പറയുന്നത് മന്ത്രിസഭയുടെ തീരുമാനങ്ങളാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, മന്ത്രിസഭയുടെ തീരുമാനങ്ങളാണ് വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാവുന്ന വിവരം എന്ന് പറയുന്നത്. 71 മാത്സ് ആണ് അല്ലേ. ഒറ്റയാനെ കണ്ടെത്തുക. 6:38, 9:85. ദാറ്റ്സ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 9:85. 72ാമത്തെ ചോദ്യം, 168 + 7 2 / 9 of 3/2 1 + 12/4 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 24 ആണ് കേട്ടോ. ആൻസേഴ്സ് മാത്രമേ കേട്ടോ പറഞ്ഞു പോകുന്നുള്ളൂ. നമ്മൾ ആൻസർ ഈ ഡിസ്കഷനാണ്, ആൻസർ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. 72ാമത്തെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. ഇനി അടുത്തത്, താഴെ തന്നിരിക്കുന്ന സംഖ്യകളുടെ മീഡിയൻ കാണുക എന്നുള്ളതാണ്. 610 കൊടുത്തിട്ട് 618, 6.25, 6.20, 6.10, 6.20, 6.21, 6.15 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മീഡിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ 6.18, 6.17, 6.20, 6.19 എന്ന് കൊടുത്തിട്ടുണ്ട്. 73ാമത്തെ ആൻസർ ഡി ആണ്. 6.19 ആണ്. ഓക്കെ, മീഡിയൻ ആണ് കാണേണ്ടത്. 6.19. അടുത്ത ചോദ്യം 74ാമത്തെ ചോദ്യം, ഒരു കോഡ് ഭാഷയിൽ വൈറ്റ് എന്ന വാക്കിനെ JUVGR എന്ന് എഴുതാമെങ്കിൽ ബ്ലാക്ക് എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? OYNPX എന്നാണ് എഴുതാൻ പറ്റുന്നത്. 74ാമത്തെ ആൻസർ സി ആണ്. 75, 1നും 50നും ഇടയ്ക്ക് വരുന്ന ഇരട്ട സംഖ്യയുടെ തുക എന്ന് പറയുന്നത് 600 ആണ്. ഓക്കെ, അടുത്തത് 76ാമത്തെ ചോദ്യം, ഒരേ ചുറ്റളവുള്ള ചതുരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള ചതുരത്തിന്റെ നീളവും വീതിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് നീളവും വീതിയും തുല്യമായിരിക്കും എന്നുള്ളതാണ്. നീളം വീതിയുടെ പകുതിയല്ല, വീതി നീളത്തിന്റെ പകുതിയല്ല, നീളം വീതിയുടെ 3 മടങ്ങുമല്ല, നീളവും വീതിയും തുല്യമാണ്. 77ാമത്തെ ചോദ്യം, 3, 8, 15, 24. അടുത്തതാണ് കാണേണ്ടത്. അതെന്ന് പറയുന്നത് 35 ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 77ാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്തത് 78ാമത്തെ ചോദ്യം, 125/8 all raised to 2/3, 16/6 25 all raised to 1/2 ഏതാണ് ആൻസർ? 78ാമത്തെ വരുന്നത് 1 ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ.
79 അനന്തുവിനെ ചൂണ്ടി അമൃത പറഞ്ഞു, അവൻ്റെ അച്ഛൻ എൻ്റെ മുത്തശ്ശിയുടെ ഒരേ ഒരു മകനാണ് എങ്കിൽ അനന്തുവും അമൃതയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് സഹോദരനാണ്. ഓക്കെ, സഹോദരനാണ്. 80 ക്വസ്റ്റ്യൻ, അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ചോദ്യമാണ് അല്ലേ. കാണുമ്പോൾ എളുപ്പമായിട്ട് തോന്നും. തന്നിരിക്കുന്ന പേരും മേൽവിലാസത്തോട് തുല്യമായത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മുഹമ്മദ് അൻസിൽ, സാനിയ മൻസിൽ, റൂക്കല 690732. നമ്പർ എല്ലാ ഓപ്ഷൻസിലും ശരിയാണ് അല്ലേ. 690732. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല നമ്പർ വെച്ചിട്ട് അല്ലേ. അല്ലാതെ നോക്കിക്കുക, അല്ലാതെ വരുന്നത് ഇതിൽ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. മുഹമ്മദ് അൻസിൽ, സാനിയ മൻസിൽ, റൂർക്കല 690732. ആദ്യത്തെ എന്താ വരാത്തത്? മുഹമ്മദ് അൻസിൽ, സാനിയ മൻസിലിൻ്റെ മൻസിൽ യെസ് ആണ് അല്ലേ. അപ്പോൾ എ എല്ലാം മനസ്സിലായി. ഓപ്ഷൻ ബിയിൽ റൂർക്കലയിൽ 6 ഓയാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയെന്ന് നമ്മൾ പറഞ്ഞു. ഓപ്ഷൻ ഡിയിൽ എന്താ പ്രശ്നം നോക്കിക്കേ. ഓപ്ഷൻ ഡിയിൽ എന്താ പ്രശ്നം? അതിൽ മുഹമ്മദ് ഇവിടെ MO ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡിയും തെറ്റാണ്. കണ്ടോ, വളരെ മൈന്യൂട്ടായിട്ട് വളരെയധികം ശ്രദ്ധിച്ച്, എന്നാൽ സമയം കൂടുതൽ കളയും. സംഭവം എളുപ്പമാണ്, പക്ഷേ സമയം കൂടുതൽ ഇതിൽ ചിലവാക്കാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ. അപ്പോൾ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലേ. മുഹമ്മദ് അൻസിൽ, സാനിയ മൻസിൽ, റൂർക്കൽ, അത് രണ്ട് നമ്മളത് ഡ്രാഗ് ചെയ്യുമ്പോൾ രണ്ടും സെലക്ട് ആവുന്നതാണ് കേട്ടോ. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള മേൽവിലാസത്തോട് തുല്യമായത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. എയും ബിയും ഡിയും തെറ്റാണ്. അടുത്തത് 81 ചോദ്യം ഇംഗ്ലീഷാണ്. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്. ദ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഈസ് ഗോയിങ് ഓൺ ഫീൽഡ് ട്രിപ്പ് ടുമാറോ. ഷീ ആൻഡ് ഹെർ ബ്രദർ ഗോസ് ടു ദ ജിം എവറി ഈവനിങ്. ദ കാർ പാർക്ക്ഡ് ഇൻ ദ ഡ്രൈവ് വേ ആർ മൈ പാരൻസ്. മൈ കളക്ഷൻ ഓഫ് ബുക്സ് ഈസ് ഇൻക്രീസിങ് എവറി മന്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഷീ ആൻഡ് ഹെർ ബ്രദർ ഗോസ് ടു ദ ജിം എവറി ഡേ. 82 ചോദ്യം ചൂസ് ദ കറക്റ്റ് പങ്ക്ച്വേഷൻ ഫോർ ദ ഫോളോയിങ് സെൻറ്റൻസ്. ഷീ ഓപ്പൺ ദ ഡോർ ആൻഡ് എക്സ്ക്ലെയിംഡ് വാട്ട് ഈസ് സർപ്രൈസ്. ഏതാണ് റൈറ്റ് ആൻസർ വരുന്നത്? റൈറ്റ് ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്. ഷീ ഓപ്പൺ ദ ഡോർ ആൻഡ് എക്സ്ക്ലെയിംഡ് വാട്ട് ഈസ് സർപ്രൈസ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, ബാക്കി കൊടുത്തിട്ടുണ്ട്. ഷീ ഓപ്പൺ ദ ഡോർ ആൻഡ് എക്സ്ക്ലെയിംഡ് വാട്ട് ഈസ് സർപ്രൈസ്. ഷീ ഓപ്പൺ ദ ഡോർ ആൻഡ് എക്സ്ക്ലെയിംഡ് വാട്ട് ഈസ് സർപ്രൈസ്. ദ റൈറ്റ് ആൻസർ എന്താണ്? പങ്ക്ച്വേഷൻ ആണ് അല്ലേ. പങ്ക്ച്വേഷൻ കറക്റ്റായിട്ട് എവിടെ വരിക എന്നുള്ളതാണ്. എവിടെയാണ് വന്നിരിക്കുന്നത്? ആദ്യത്തേൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അവസാനത്തെ എന്താ വരാത്തത്? അത് ഷീ ഓപ്പൺ ദ ഡോർ ആൻഡ് എക്സ്ക്ലെയിമിന് വേണ്ടി അവിടെ ഫുൾ സ്റ്റോപ്പ് ആയിട്ടിരിക്കുന്നത്. ഫുൾ സ്റ്റോപ്പ് അല്ല, കോമയാണ് വേണ്ടത്, കോമ. ഓക്കെ, അടുത്തത് 83 സെലക്ട് ദ സെൻറ്റൻസ് ദാറ്റ് യൂസസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വെർബ് ടു ബി ഇൻ ദ പാസ്റ്റ് സെൻറ്റൻസ്. വി വേർ ഓൾ വെരി ടയർഡ് ആഫ്റ്റർ ദ ലോങ് ഹൈക്ക് യെസ്റ്റർഡേ. 84 ചോദ്യം ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസ് ഓഫ് എ മോഡൽ വെർബ്. ഐ ക്യാൻ വെൻറ്റ് ടു സ്റ്റോർ യെസ്റ്റർഡേ. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. വി ഷുഡ് ബ്രിങ് ആൻ അംബ്രല്ല ഇൻ കേസ് of rain. The correct use of modal verb അത് ഏതാണ്? We should bring an umbrella in case of rain. I can went to the store yesterday തെറ്റാണ്. You must finish your homework before the deadline തെറ്റാണ് അല്ലേ. 85 ചോദ്യം ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ടീച്ചേഴ്സ് സെഡ് ദാറ്റ് എക്സാം വുഡ് ബി ഹെൽഡ് ദ നെക്സ്റ്റ് വീക്ക് എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഡയറക്റ്റ് സ്പീച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്, ഇന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചാണ്. 86 വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് സിനോണിം ഫോർ അബൻഡൻറ്റ്. അപ്പോൾ ഏതാണ്? ഏത് വേർഡാണ് സിനോണിം എന്നാണ് ചോദിച്ചിരിക്കുന്നത്? പ്ലെൻറ്റിഫുൾ ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം 87 ചോദ്യം വാട്ട് ഈസ് ദ ബെസ്റ്റ് ആൻറ്റോണിം ഫോർ മിസേർലി. ഏതാണ്? ജനറസ് ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. സിനോണിമും ആൻറ്റോണിമും എന്തായാലും ചോദിക്കും അല്ലേ. ഇനി ഓപ്പോസിറ്റ് ഓഫ് ഹാർമോണിയസ് ഏതാണ് എന്നുള്ളതാണ്. ഡിസ്കോർഡൻറ്റ്, മെലോഡിയസ്, കോൺട്രസ്, കോൺകോർഡൻറ്റ്. ഏതാണ്? റൈറ്റ് ആൻസർ ഡിസ്കോർഡൻ്റ് ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം 89 ചോദ്യം സെലക്ട് ദ വേർഡ് ദാറ്റ് ഈസ് മോസ്റ്റ് സിമിലർ ടു ദ മീനിങ് എഫെമെറൽ. ഏതാണ്? ടെമ്പററി. ടെമ്പററി ആണ് അല്ലേ. മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കുക, ആൻറ്റോണിമും ചോദിച്ചിട്ടുണ്ട്, സെയിം മീനിങ് ചോദിച്ചിട്ടുണ്ട്, ഓപ്പോസിറ്റ് ചോദിച്ചിട്ടുണ്ട്, സിമിലർ മീനിങ്ങും ചോദിച്ചിട്ടുണ്ട്. എല്ലാം ഒന്ന് തന്നെയാണ്. 90 ചോദ്യം ഫൈൻഡ് ദ വൺ വേർഡ് ഫോർ ദ എക്സ്പ്രഷൻ ക്രേസ് ഫോർ ഫ്ലവേഴ്സ്. ക്രേസ് ഫോർ ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? ഫ്ലോറിമാനിയ എന്ന് പറയുന്നുണ്ട്, ഹൈപ്പർമാനിയ എന്ന് പറയുന്നുണ്ട്, ഇഡലോമാനിയ എന്ന് പറയുന്നത്, ക്ലെപ്റ്റോമാനിയ എന്ന് പറയുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഫ്ലോറിമാനിയ, ക്രേസ് ഫോർ ഫ്ലവേഴ്സ്. ഓക്കെ,
അടുത്ത ചോദ്യം മലയാളമാണ് അല്ലേ. 91ാമത്തെ ചോദ്യം ശരിയായ പദം എഴുതുക. ഉദ്ഘാടനം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. വിപരീത പദം ഭാഗികം, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അഭാഗികം എന്ന് കൊടുത്തിട്ട് സമഗ്രം എന്നാണ് കേട്ടോ. അഭാഗികം നമ്മൾ തെറ്റിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. 93ാമത്തെ ചോദ്യം കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ, ഒറ്റ പദം എഴുതുക. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എന്ന് പറയുമ്പോൾ പിപാസു ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ജിജ്ഞാസു എന്ന് കൊടുത്തിട്ടുണ്ട്, പി പഠിച്ചു എന്ന് കൊടുത്തിട്ടുണ്ട്, ബ്രിക്ഷു എന്ന് കൊടുത്തിട്ടുണ്ട്, പിപാസു എന്ന് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അടുത്തത് 94ാമത്തെ ചോദ്യം നിഹാരം പര്യായ പദം ഏത്? നിഹാരത്തിന്റെ പര്യായ പദം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മഞ്ഞെന്ന് കൊടുത്തിട്ടുണ്ട്. മഞ്ഞ് തന്നെയാണ്. നിഹാരത്തിന്റെ പര്യായ പദം എന്താണ്? മഞ്ഞാണ്. അടുത്ത ചോദ്യം 95ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏതാണ് എന്നുള്ളതാണ്. ധീരൻ ധീര, ഏകാഗി ഏകാഗിനി, പക്ഷി പക്ഷിനി, തമ്പി തങ്കജി എല്ലാം ശരി തന്നെയാണ് അല്ലെ. ധീരൻ ധീര, ഏകാഗി ഏകാഗിനി, പക്ഷി പക്ഷിനി, തമ്പി തങ്കജി ഇതെല്ലാം ശരി തന്നെയാണ്. അടുത്ത ചോദ്യം 96ാമത്തെ ചോദ്യം കലാശക്കൊട്ട് ശൈലിയുടെ അർത്ഥം എന്ന് പറയുന്നത് അവസാനത്തെ പ്രവൃത്തി എന്നാണ് അല്ലെ. കലാശ എന്ന് പറയുമ്പോൾ അവസാനത്തെ പ്രവൃത്തി. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ആദ്യത്തെ പ്രവൃത്തിയല്ല ബഹളം കൂട്ടുക അല്ലേ ഇവയൊന്നുമല്ല അല്ലെ. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 97ാമത്തെ ചോദ്യം പ്രൊസീഡിങ്സ് ശരിയായ മലയാള പരിഭാഷ ഏതാണ് എന്നുള്ളതാണ് 97ാമത്തെ ചോദ്യം. അതെന്ന് പറയുന്നത് നടപടിക്രമമാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. നടപടിക്രമമാണ്. അടുത്തത് 98ാമത്തെ ചോദ്യം വാഗ് പ്ലസ് മയം ചേർത്ത് എഴുതുക. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലെ. 98ാമത്തെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. വാഗ്മയം എന്നാണ്. ഓക്കെ. 99ാമത്തെ അവൻ പിരിച്ചെഴുതുക. എന്താണ് ആൻസർ വരുന്നത്? ഡി ആണ് കേട്ടോ. ആ പ്ലസ് അൻ, അതാണ് അവൻ പിരിച്ചെഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആ പ്ലസ് അൻ എന്നാണ്. അവസാനത്തെ ചോദ്യം പൂജക ബഹുവചനം ഏതാണ്? ആചാര്യർ ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആചാര്യർ ആണ്. പൂജക ബഹുവചനം എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ 100 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. പാർട്ട് 1 പാർട്ട് 2 എന്നീ ഭാഗങ്ങളായിട്ട് എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.